വെരി ഗുഡ് മോർണിംഗ് 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 22 വെള്ളിയാഴ്ചയാണ്, ഇടവം 8-ാം തീയതിയാണ്. ഇന്ന് കേരളത്തിന്റെ പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കാനുള്ള ദിവസമാണ്. തിരഞ്ഞെടുപ്പ് ഒരു ഔപചാരികമായി നടക്കുന്ന പ്രക്രിയ മാത്രമാണ്. ആരായിരിക്കും ജയിക്കുന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പുണ്ട്. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. അപ്പോൾ സ്പീക്കർ തിരഞ്ഞെടുപ്പിന്റെ വാർത്തയിലേക്ക് തന്നെയാണ്. 16-ാം നിയമസഭയിലേക്കുള്ള സ്പീക്കറെ ഇന്ന് തിരഞ്ഞെടുക്കും. രാവിലെ 9 മണിക്കാണ് പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നടക്കുക. ചരിത്രത്തിൽ ആദ്യമായി UDF, LDF, NDA സ്ഥാനാർത്ഥികൾ ഇത്തവണ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മത്സരരംഗത്തുണ്ട്. കോട്ടയം MLAയും മുതിർന്ന UDF നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്ഥാനാർത്ഥി. വിവരങ്ങളുമായി മേഘന മുരളി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, വെരി ഗുഡ് മോർണിംഗ്. ചരിത്രത്തിൽ ആദ്യമായി 3 വിഭാഗങ്ങൾക്കും സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ജയം ഉറപ്പാണ്. പക്ഷേ ഔപചാരികമായി എല്ലാവരും ഞങ്ങളുടെ ഒരു പ്രസൻസ് അവിടെ ഉറപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ദിൽന. നിയമസഭാ നടപടിക്രമങ്ങൾ അതിൽ പുനരാരംഭിക്കുകയാണ്. അതിൽ ഇന്നാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഇന്ന് 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിൽ UDF സ്ഥാനാർത്ഥിയായി UDFന്റെ മുതിർന്ന നേതാവും അതുപോലെ തന്നെ ദീർഘകാലമായി കോട്ടയം MLAയുമായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മത്സര രംഗത്തുള്ളത്. അതുപോലെ തന്നെ ചരിത്രത്തിലാദ്യമായി ഇത്തവണ NDA മത്സര രംഗത്തുണ്ട്. NDA ചാത്തന്നൂർ MLA ആയിട്ടുള്ള BP ഗോപകുമാറാണ് NDAക്ക് വേണ്ടി മത്സര രംഗത്തുള്ളത്. അതുപോലെ തന്നെ കുന്നംകുളം MLA AC മൊയ്തീൻ LDFന് വേണ്ടിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ശക്തമായൊരു ഭൂരിപക്ഷം, 102 സീറ്റുകളുടെ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയം ഉറപ്പിച്ചിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇത്രകാലം നിയമസഭാ സാമാജികനായൊക്കെ അനുഭവ സമ്പത്തുണ്ടെങ്കിലും സ്പീക്കറായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം അത് പുതിയ കർത്തവ്യമാണ്. അത് ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമെന്നുള്ളതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 24-നടക്കം പ്രതികരിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ NDAയെ സംബന്ധിച്ചിടത്തോളവും LDFനെ സംബന്ധിച്ചിടത്തോളവും അവരുടെ സാന്നിധ്യം ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് നാമനിർദ്ദേശ പത്രിക നിയമസഭാ സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തത്. ഇന്ന് 9 മണിയോടുകൂടിയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം ഇന്ന് സഭ പിരിയും. അതിനുശേഷം 28-ാം തീയതിയാണ് സഭ വീണ്ടും പുനരാരംഭിക്കുക. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകും. ശേഷം നയപ്രഖ്യാപനത്തിന് മുകളിലുള്ള നന്ദി പ്രസംഗവും അതുപോലെ തന്നെ ഉപക്ഷേപത്തിന് മുകളിലുള്ള ചർച്ചയും ഉണ്ടാകും. പിന്നീട് ജൂൺ 1-ാം തീയതിയാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. അതിൽ UDFന്റെ ഷാനിമോൾ ഉസ്മാൻ, അരൂർ MLA ആയിട്ടുള്ള ഷാനിമോൾ ഉസ്മാനാണ് ഡെപ്യൂട്ടി സ്പീക്കർ ആവുക എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെ 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെ നയപ്രഖ്യാപനത്തിന് മുകളിലുള്ള നന്ദി പ്രസംഗവും ഉണ്ടാകും സഭയിൽ. അങ്ങനെ ഇന്ന് സഭാ നടപടിക്രമങ്ങളും ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പും കഴിഞ്ഞാൽ സഭ പിരിയും. പിന്നീട് ഒരാഴ്ചക്കാലത്തേക്ക് സഭ അവധിയായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് 9 മണിയോടുകൂടിയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ് 16-ാം നിയമസഭയുടെ സഭാനാഥൻ എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ LDFനെയും NDAയെയും സംബന്ധിച്ചിടത്തോളം അവരുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി 3 മുന്നണികളും നിയമസഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോട്ടയത്ത് നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്തവണ സ്പീക്കറാകും എന്ന് വ്യക്തമാണ്. മറ്റൊരു വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുന്ന CPIM കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും. കേരളത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ നടന്ന ചർച്ചകളിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തിരഞ്ഞെടുപ്പ് നയിച്ച പിണറായി വിജയനുമെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, വലിയ രീതിയിലുള്ള വിമർശനം തിരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് ഈ 2 നേതാക്കൾക്കെതിരെ ഉയർന്നു എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുത്തതിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ജില്ലാ നേതൃയോഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകുമോ? എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് ദിൽന, ക്രിസ്റ്റീന. ഇന്ന് CPIMന്റെ നിർണായകമായ 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിക്കുകയാണ്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് ഈ യോഗത്തിന്റെ അജണ്ട. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ പ്രകടനം വിശദമായി തന്നെ വിലയിരുത്തും. കേരളത്തെ സംബന്ധിച്ച് തന്നെയാണ് ഏറ്റവും നിർണായകമായ ചർച്ചകൾ നടക്കുക. പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമാണ് കേരളം. കേരളത്തിൽ ഇത്തവണ ഒരു തുടർ ഭരണം ലഭിക്കുമെന്നായിരുന്നു സംസ്ഥാന ഘടകം തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. എന്നാൽ കേരളത്തിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കനത്ത തിരിച്ചടികളിൽ ഒന്നാണ് ഇത്തവണ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ തോൽവിയുടെ കാരണങ്ങൾ അടക്കമുള്ളവ സംബന്ധിച്ചുള്ള വിശദമായ
ചർച്ചകൾ നടക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സമിതിയിലും ഒപ്പം തന്നെ ജില്ലാ നേതൃയോഗങ്ങളിലെല്ലാം തന്നെ കടുത്ത വിമർശനങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വത്തിനെതിരെ ഉയർന്നിരുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച് പരാജയം ഏറ്റുവാങ്ങിയ പിണറായി വിജയനെ തന്നെ തെരഞ്ഞെടുത്തതിനെതിരെ അടക്കം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒപ്പം തന്നെ നേതാക്കളുടെ ശൈലി അടക്കമുള്ളവയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. സമാനമായ വിമർശനങ്ങൾ ഈ ഒരു കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഉയർന്നു വരും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചന. നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അത്തരം സൂചന തന്നെയാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്ത് നിന്ന് ഉള്ള നേതാക്കളോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ അടക്കം ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും എന്നുള്ളതും നിർണായകമാണ്. ഇതിൽ എന്തെല്ലാം വിമർശനങ്ങൾ ഉയരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതേസമയം ഈ പാർട്ടിയുടെ പ്രകടനം സംബന്ധിച്ച് കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ സംസ്ഥാന ഘടകം ഒരു റിപ്പോർട്ട് വെച്ചിരുന്നു. അതിൽ ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് അനുകൂലമായി ഏകോപിപ്പിച്ചതാണ് തിരിച്ചടിക്ക് കാരണമായത് എന്നും ഒപ്പം തന്നെ വിമതർ പാർട്ടിയെ വഞ്ചിക്കുകയാണ് ഉണ്ടായത്, ആസൂത്രിതമായ നീക്കമാണ് വിമതർ നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിശദീകരിച്ചിരുന്നത്. ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ അജണ്ട തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളായിരിക്കും നടക്കുക. വരുന്ന 3 ദിവസവും നടക്കുന്ന ചർച്ചകൾ പാർട്ടിയുടെ വിലയിരുത്തൽ ഒപ്പം തന്നെ തിരുത്തൽ നടപടികൾ എന്നിവ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. കേരളത്തിലെ തോൽവി അതെന്തുകൊണ്ട് സംഭവിച്ചു, ഇത്ര വലിയ തോൽവി എന്ന ഒരു വിശകലനത്തിലാണ് CPIM കേന്ദ്ര കമ്മിറ്റി. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പിടിയില മുഖ്യസൂത്രധാരൻ ബിലാൽ എന്ന ശ്രീകുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. യുവതികളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിൽ ബിലാലിന് നിർണായക പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പരാതിക്കാരി നൽകിയ മൊഴിയിലും ഇയാളുടെ പേരുണ്ടായിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് വിപിൻ C. വിജയനാണ്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇത് തുടക്കത്തിൽ വന്ന ആ ഒരു ചെറിയ വിഷയം എന്നതിൽ നിന്ന് അത് വലിയ ഗ്രാവിറ്റിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു റാക്കറ്റ് ഇതിന് പിന്നിലുണ്ട്, ഗുണ്ടാസംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന 1-2 പേരിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ റാക്കറ്റ്, അതിന്റെ ഗൂഢാലോചന, ആസൂത്രണം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ദിൽന, ക്രിസ്റ്റീന, 24 പുറത്തു കൊണ്ടുവന്ന ഈ മോഡലിംഗിന് പുറകിലുള്ള സെക്സ് റാക്കറ്റ് എന്നുള്ള കേസ് അത് കൂടുതൽ വ്യാപ്തിയിലേക്ക്, പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ വ്യാപ്തിയിലേക്ക് പോവുകയാണ്. കാരണം പ്രതിപട്ടികയിലുള്ള ആളായിരുന്നില്ല ഇപ്പോൾ ഇന്നലെ മാവേലിക്കരയിൽ നിന്ന് പിടിയിലായിട്ടുള്ള മാവേലിക്കര സ്വദേശിയായിട്ടുള്ള ബിലാൽ എന്നുള്ള ശ്രീകുമാർ. പക്ഷേ പ്രധാന പ്രതിയായി ഇതുവരെയും പോലീസ് കരുതിയിരുന്നത് സിന്ധുവിനെയാണ്. ഈ സിന്ധുവിനെ പോലീസ് പിടികൂടുകയും അതിനുശേഷമുള്ള പ്രാഥമിക ചോദ്യം ചെയ്യലിലാണ് അത് ശ്രീകുമാർ എന്നുള്ള ഒരാളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ പോലീസ് പറയുന്നത് മുഖ്യപ്രതി ഈ ശ്രീകുമാർ എന്നുള്ളതാണ്. ഇവർ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു ഇതിനു മുൻപ്. അവിടെ നിന്നുള്ള ബന്ധമാണ് പിന്നീട് അതൊരു വലിയ സെക്സ് റാക്കറ്റിലേക്ക് മാറിയത് എന്നുള്ളതാണ്. ഈ പെൺകുട്ടികളെ മോഡലിംഗിന്റെ പേരിൽ വിദേശത്തേക്ക് എത്തിക്കുകയും അവിടെ അവരെ കൊടുക്കുകയും അതിനുശേഷം ഈ സെക്സ് റാക്കറ്റിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശൃംഖലയുണ്ട് എന്നുള്ളത് നിസ്സംശയം തന്നെ പറയാം. 5 പ്രതികളാണ് ഈ കേസിലുള്ളത്. അതിൽ 3 പേരെ പിടിയിലായിരിക്കുന്നു. 2 പേർക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി നടത്തുകയും ചെയ്തിരിക്കുന്നു. ഗുണ്ടാബന്ധം ഉൾപ്പെടെയുള്ളവ ഈ സംഘങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതിലിപ്പോൾ ഈ പ്രതിപട്ടികയിലില്ല. പക്ഷേ ഈ പരാതിക്കാരിയായിട്ടുള്ള ആളുകൾ പറയുന്ന ഓരോ പേരുകളുണ്ട്, അല്ലെങ്കിൽ അവരെയൊക്കെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. ഇന്ന് ഈ ബിലാലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുക. സിന്ധുവിനെ ജൂൺ 4-ാം തീയതി വരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി സിന്ധുവിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിൽ ഇത് എത്രത്തോളം വലിയ ഒരു ശൃംഖല ഇതിന്റെ പുറകിലുണ്ട്, ഇനി ആരൊക്കെ പിടിയിലാകാനുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. ഒപ്പം തന്നെ പ്രതിപട്ടിക വലുതാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നത്. ക്രിസ്റ്റീന, ദിൽന. ശരി, കൊച്ചിയിൽ നിന്ന് വിപിൻ C. വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കിഴക്കമ്പലം മലയിടം തുരുത്തിൽ വീണ്ടും ഒഴിപ്പിക്കൽ നടപടികളിലേക്ക്. ശനിയാഴ്ചയ്ക്കകം ഒഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്ന് പെരുമ്പാവൂർ മുനിസിഫ് കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ന് അഡ്വക്കേറ്റ് കമ്മീഷൻ സ്ഥലത്തെത്തിയേക്കും. കൂടാതെ പോലീസ് നടപടികളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആഭ്യന്തര സെക്രട്ടറിക്ക് വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയിരുന്നു. ഇതിലും അന്വേഷണം തുടരുകയാണ്. വിപിൻ C. വിജയൻ തന്നെ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിപിൻ, കഴിഞ്ഞ ദിവസം ഈ കുടിയൊഴിപ്പിക്കൽ നടപടികളുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷവും തുടർ നടപടികളുമെല്ലാം നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള വൈകാരിക രംഗങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇന്നും നാളെയും 2 ദിവസമാണ് കോടതി ഉത്തരവ് പ്രകാരം ബാക്കിയുള്ളത് ഈ നടപടി പൂർത്തിയാക്കുന്നതിന് വേണ്ടി. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഒപ്പം ജനങ്ങൾക്കൊപ്പമായിരിക്കും സർക്കാർ എന്ന് ഇന്നലെ റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറയുന്നത് നമ്മൾ കണ്ടു. എന്തൊരു നിലപാട് സർക്കാരിന് ഇതിൽ എടുക്കാൻ സാധിക്കും?
ദിൽന, മലയിടം തുരത്തിലെ 7 പട്ടികജാതി കുടുംബങ്ങളെയാണ് അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള കോടതി ഉത്തരവുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുടുംബങ്ങൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഈ 2 ദിവസം വളരെ നിർണായകവുമാണ്. നാളേക്കുള്ളിൽ ഇവരെ ഒഴിപ്പിക്കണം എന്നുള്ളതാണ് പെരുമ്പാവൂരിലെ മുനിസിപ്പൽ കോടതി ഇന്നലെ ഒരു അന്ത്യശാസനം എന്നുള്ള പോലെ തന്നെ ഉത്തരവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, അവിടെ എത്തുകയും അവർ കോളനിക്കുള്ളിലേക്ക് ഈ പോലീസ് പ്രവേശിക്കുകയും ചെയ്യുന്നത് വരെ എത്തി. പക്ഷേ വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് ആ കുടുംബങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നാട്ടുകാരും അതിലൊപ്പം കൂടുന്നു. CPM-ന്റെ പിന്തുണയോട് കൂടിയാണ് ഇപ്പോൾ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പന്തൽ കെട്ടി അവിടെ CPIM സമരം നടത്തുന്നുണ്ട്. ഒപ്പം ഒഴിയില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെ ഈ കുടുംബങ്ങളും നിൽക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് കമ്മീഷനും ഏകദേശം 350ഓളം പോലീസുകാരും എത്തുകയും വലിയ സംഘർഷം ഉണ്ടാവുകയും 4.5 മണിക്കൂറിന് ശേഷമാണ് അതൊന്ന് അനുനയിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തത്. അതിൽ തന്നെ ആഭ്യന്തരമന്ത്രി നേരിട്ട് DGPക്ക് വിളിക്കുകയും അവിടെയുള്ള പോലീസിന്റെ നടപടികൾ ഉടൻ നിർത്തിവെക്കണമെന്ന് അറിയിക്കുകയുമായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ കോടതിയുടെ ഒരു ഉത്തരവുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു കൂടിയാലോചന ഇന്ന് നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് അഡ്വക്കേറ്റ് കമ്മീഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമുള്ളത്. ഇന്നും നാളേക്കുള്ളിൽ തന്നെ ഇതിൽ ഒരു തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അവരെ ഒഴിപ്പിച്ചതിന് ശേഷം ആ സ്ഥലം പിന്നീട് അളന്ന് തിട്ടപ്പെടുത്തണം എന്നുള്ളതാണ് നിലവിൽ കോടതിയുടെ ഒരു ഉത്തരവുള്ളത്. പക്ഷേ അവിടേക്ക് അടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിൽ അന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അതായത് കഴിഞ്ഞ ബുധനാഴ്ച വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് DGP ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളത് കൂടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു പക്ഷേ ഇന്ന് തന്നെ അതിലൊരു കൂടിയാലോചന ചർച്ച നടക്കാനുള്ള സാധ്യതയാണ്. 7 കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റുകയാണെങ്കിൽ അവരെവിടേക്ക് മാറ്റി പാർപ്പിക്കും, അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത എന്ത് എന്നുള്ളതായിരിക്കാം പ്രാഥമിക ഘട്ടത്തിൽ നോക്കുന്നത്. സർക്കാർ ഇപ്പോൾ അധികാരത്തിലേറി ഒരാഴ്ച ആകുന്നതേ ഉള്ളൂ. അതിനുള്ളിലാണ് ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഷയം അവർക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ ഒരു പോലീസ് നടപടികളിലേക്ക് കടക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ ഇതുവരെയുള്ള നിലപാട്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടിയാലോചനകൾ നടക്കാനുള്ള ഒരു സാധ്യതയാണ് തെളിയുന്നത്. ദിൽന. ശരി, മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ അത് വലിയ സങ്കീർണമായ വിഷയമായി വരികയാണ്. വലിയ പോലീസ് സന്നാഹമാണ് അവിടെ 2-3 ദിവസമായി ഇപ്പോൾ നിലകൊള്ളുന്നത്. എന്തായാലും ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം പുതിയ ഗവൺമെന്റിന് കാണേണ്ടതായിട്ടുണ്ട്. അത് അവർ കാണുമെന്ന പ്രതീക്ഷയാണ് വിപിൻ സി വിജയൻ പങ്കുവയ്ക്കുന്നത്. ഇനി പശ്ചിമേഷ്യൻ സംഘർഷ വാർത്തകളിലേക്കാണ്. ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകളിൽ ശുഭസൂചനയുണ്ട് എന്ന് പറയുകയാണ് അമേരിക്കയുടെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ടോൾ ഈടാക്കൽ തുടർന്നാൽ പക്ഷേ കരാർ നടപ്പാകില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. ശനിയാഴ്ച നടക്കാനിരിക്കുന്ന ആദ്യ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയാണ് മാർക്കോ റൂബിയോയുടെ പ്രതികരണം. വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. ഇപ്പോൾ നമുക്കറിയാം കുറേ നാളുകളായി ഈ തൊട്ടില്ല എന്ന് പറയുന്നത് പോലെ കരാറായില്ല. സമാധാനത്തിലേക്കുള്ള ദൂരം എത്രയാണെന്ന് നമുക്കിപ്പോഴും മനസ്സിലാക്കുന്നില്ല. എന്നാൽ ചില ശുഭസൂചനകളുണ്ട് എന്നാണല്ലോ ഇപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത്. ഗുഡ് മോർണിംഗ് ദിൽന കൃഷ്ണ. ചിലപ്പം തൊടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സൂചനയാണ് മാർക്കോ റൂബിയോ തരുന്നത്. മാർക്കോ റൂബിയോ നാളെ ഡൽഹിയിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറുമായി ബന്ധപ്പെട്ട ചില നല്ല സൂചനകൾ ലഭ്യമാകുന്നുണ്ടെന്നാണ് ഇന്ന് അദ്ദേഹം മയാമിയിൽ വെച്ച് പറഞ്ഞത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ ഈ കപ്പൽ നികുതി ഈടാക്കുന്ന പദ്ധതി ഇറാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഉടമ്പടി അസാധ്യമായിരിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു. ചൈന ഈ കപ്പൽ നികുതിയെ എതിർക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തെക്കാളും നയതന്ത്ര ചർച്ചകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ചർച്ചകൾ വഴിമുട്ടിയാൽ മറ്റ് വഴികൾ അമേരിക്കയുടെ മുന്നിലുണ്ടെന്ന് ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ പാകിസ്ഥാൻ പ്രതിനിധികൾ ടെഹ്റാനിലേക്ക് പോകുന്നുണ്ടെന്നാണ് അദ്ദേഹം കരുതുന്നത്. അതുമാത്രമല്ല, ഇതിന്റെ പ്രധാന മധ്യസ്ഥനായ പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ അസീം മുനീറും ഈ സംഘത്തോടൊപ്പം ചേരുവാൻ സാധ്യതയുണ്ടെന്നും മാർക്കോ റൂബിയോ പറയുന്നു. ഇറാനെതിരെയുള്ള US സൈനിക നടപടികളിൽ യൂറോപ്യൻ സഖ്യകക്ഷികൾ, നേറ്റോ രാജ്യങ്ങൾ വേണ്ടത്ര സപ്പോർട്ട് നൽകാത്തതിലുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ അമർഷവും അദ്ദേഹം ഇന്ന് പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് യൂറോപ്പിലേക്ക് വരെ തൊടുക്കാൻ ശേഷിയുള്ളതും എന്നാൽ അമേരിക്കയിൽ ഒരിക്കലും എത്താത്തതുമായ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ട്. എന്നിട്ടും ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ നേറ്റോ സഖ്യകക്ഷികൾ ഒളിച്ചോടുകയായിരുന്നെന്നാണ് റൂബിയോ കുറ്റപ്പെടുത്തിയത്. അതേസമയം അമേരിക്കയുമായിട്ടുള്ള തർക്ക വിഷയങ്ങൾ വലിയ തോതിൽ കുറഞ്ഞതായിട്ട് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, 24 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് കടന്നത് ഏതാണ്ട് 31 കപ്പലുകളാണെന്ന് ഇറാൻ സൈന്യം, അവരുടെ IRGC സൈന്യം പറയുകയും ചെയ്തു. അത് മാത്രമല്ല, സമ്പുഷ്ട
സമ്പുഷ്ടീകരിച്ച യുറേനിയം അതിന്റെ ശേഷി കുറയ്ക്കുന്നതൊക്കെ ഇറാൻ തന്നെത്താനെ ചെയ്തോളാമെന്നാണ് ഇറാൻ പറയുന്നത്. ഈ യുറേനിയം കൈമാറുന്നതും ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും ഒക്കെ തർക്ക വിഷയങ്ങളായിട്ട് തുടരുകയാണെന്നാണ് ഇറാൻ പറയുന്നത്. ഈ പാക് സൈനിക മേധാവി അസീം മുനീർ ഇറാൻ സർക്കാരുമായിട്ടുള്ള ചർച്ചകൾ തുടരുകയാണെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കൃഷ്ണ, ദിൽന. ശരി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനത്തിന് തുടക്കമാവുകയാണ്. എന്തായാലും ശുഭപ്രതീക്ഷയിലാണ്. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ അടിയന്തരമായി കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി. പാചകവാതകത്തിന് പകരമായി ബയോഗ്യാസ് അടക്കമുള്ളവ പരിഗണിക്കണമെന്നാണ് മുന്നോട്ടുവയ്ക്കുന്ന നിർദ്ദേശം. മന്ത്രിസഭാ യോഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുകയാണ് ബൽറാം നെടുങ്ങാടി. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് 85 to 90% ക്രൂഡ് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകണം എന്ന് തന്നെയല്ലേ പറയുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഈ ഊർജ്ജ സ്രോതസ് അതിന്റെ ശേഖരത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ല, അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുന്നില്ല എന്ന വിശദീകരണവും ഉണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ദിൽന. ഇന്നലെ 3.5 മണിക്കൂറിലേറെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭയുടെ പൂർണ്ണ യോഗം നടന്നത്. ഈ യോഗത്തിലാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനമായും ഈ പശ്ചിമേഷ്യൻ സംഘർഷം, പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഈ യോഗത്തിൽ വെച്ചാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള നിർണായകമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ അടിയന്തരമായി തന്നെ കണ്ടെത്തണം എന്നാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. അതിൽ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് പാചകവാതകത്തിന് പകരമായി ബയോഗ്യാസ് അടക്കമുള്ളവ പരിഗണിക്കണം എന്നും വീക്ഷിത് ഭാരത് 2047 വെറും ഒരു വാഗ്ദാനമല്ല, മറിച്ച് ഒരു പ്രതിബദ്ധതയാണ് സർക്കാരിന്റെ എന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇതോടൊപ്പം തന്നെ പരിഷ്കാരങ്ങൾ, സർക്കാർ നടപ്പാക്കിയിരിക്കുന്ന പരിഷ്കാരങ്ങൾ ശക്തമായി തന്നെ നടപ്പിലാക്കേണ്ടതുണ്ട്. മുൻകാലങ്ങളിലുണ്ടായ അലംഭാവങ്ങളുടെ അത് പരിഗണിക്കേണ്ടതില്ല, ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. പുനരുപയോഗ ഊർജം അതിവേഗം വർദ്ധിപ്പിക്കണം, അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കണം, ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തണം എന്നതുമായി ചേർത്ത് തന്നെയാണ് ഇക്കാര്യങ്ങളും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പുതിയ സംരംഭങ്ങളോ പരിഷ്കാരങ്ങളോ പൗരന്മാരെ ബുദ്ധിമുട്ടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കണം. ഈ പൗരന്മാരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാകണം ഈ പരിഷ്കാരങ്ങൾ എന്നും മന്ത്രിമാർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഓരോ മന്ത്രിയും തങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള അവതരണവും ഈ ഒരു യോഗത്തിൽ നടത്തിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരും സർക്കാരിന്റെ പരിഷ്കാരങ്ങളും അതിൽ പ്രകടനം സംബന്ധിച്ചുള്ള അവതരണം ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പായി നടത്തിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ മികച്ച പ്രകടനം നടത്തിയ ആദ്യ 5 മന്ത്രാലയങ്ങളുടെ പട്ടികയും ഈ ഒരു യോഗത്തിൽ പ്രധാനമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ മന്ത്രാലയങ്ങൾ തങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ യോഗത്തിൽ നൽകിയതായാണ് ലഭ്യമാകുന്ന വിവരം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഊർജ്ജ പ്രതിസന്ധി ഒഴിവാക്കാൻ ബദൽ മാർഗങ്ങൾ തേടണം എന്നാണ് പ്രധാനമന്ത്രി ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കിയത്. വന്യമൃഗ ആക്രമണത്തെ തുടർന്ന് കൂട് സ്ഥാപിച്ചിട്ടും വയനാട് ചീരാൽ സ്വദേശികൾക്ക് ആശങ്ക ഒഴിയുന്നില്ല. ഒരാഴ്ചക്കിടെ 3 വളർത്തുമൃഗങ്ങളെയാണ് വന്യമൃഗങ്ങൾ ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. കടുവയുടെയും പുലിയുടെയും കാൽപ്പാടുകൾ പ്രദേശത്ത് കണ്ടെത്തിയത് ആശങ്ക ഇരട്ടിയാക്കുന്നുണ്ട്. ഒരാഴ്ചയിലേറെയായി ചീരാൽ ഭീതിയിലാണ്. ചീരാൽ സ്വദേശി ബൈജിഷിന്റെ വളർത്തുപോത്തായിരുന്നു ആദ്യ ഇര. സമീപത്തെ കൃഷിയിടത്തിൽ നിന്നും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതോടെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. RRTയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം പരിശോധന നടത്തി. എന്നാൽ കടുവയെ കണ്ടെത്താനായില്ല. രണ്ടാമത്തെ ഇര പഴൂർ സ്വദേശി കുഞ്ഞന്റെ ആടാണ്. വീടിന് സമീപത്തെ കൂട്ടിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ വില്ലൻ കടുവയല്ല, പുലിയാണ്. ഇന്നലെ രാത്രി ഒരു ആടിനെ പിടിച്ച് പുലിയാണെന്നാണ് പറയുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അതിനുള്ള ജീവനക്കാരും എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള നഷ്ടപരിഹാരവും കാര്യങ്ങളും പിന്നെ ഇനി വരാതിരിക്കാനുള്ള മാർഗം കൂടി പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് ജനങ്ങളോട് ഞങ്ങൾ സാക്ഷി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉന്നത അധികാരികളോടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം നെന്മേനിയിൽ പുലി ഒരാടിനെ കൊന്നിരുന്നു. സ്ഥലത്തെ കാൽപ്പാടുകൾ പ്രകാരം അത് പുലിയാണെന്നാണ് അനുമാനം. കേവലം 3 കിലോമീറ്റർ മാത്രമാണ് ആക്രമണം നടന്ന പ്രദേശങ്ങൾ തമ്മിലുള്ള ദൂരം. ഈ പ്രദേശങ്ങളിൽ വനം വകുപ്പിന്റെ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. 24 വയനാട്.
ദേശീയപാത 66 നിർമ്മാണത്തിനിടെ മേൽപ്പാലം തകർന്ന് ഗതാഗതം നിരോധിച്ച മലപ്പുറം കൂരിയാട് ഭാഗികാശ്വാസം. മണ്ണുമാറ്റി 380 മീറ്ററിൽ വയഡക്ട് നിർമ്മിച്ചതോടെയാണ് യാത്രാക്ലേശത്തിന് അറുതിയായത്. വലിയ ജനരോഷത്തിന് പിന്നാലെയാണ് മേഖലയിൽ മണ്ണിട്ട് റോഡ് നിർമ്മിക്കുന്നതിന് പകരം വയഡക്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ദേശീയപാത നിർമ്മാണങ്ങളുടെ മുഴുവൻ ജാഗ്രത കൂട്ടിയ സംഭവമായിരുന്നു കഴിഞ്ഞ മെയ് 19 മലപ്പുറം കൂരിയാട് നടന്നത്. അപകടത്തിന് ശേഷം പൂർണ്ണമായി അടച്ച ദേശീയപാത കഴിഞ്ഞ ദിവസം യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. എന്താണ് കൂരിയാട്ടെ നിലവിലത്തെ സാഹചര്യമെന്ന് നമുക്ക് പരിശോധിക്കാം. അപകടത്തിൽ തകർന്ന ഭാഗത്തിന് പകരം കൂരിയാട് അടിപ്പാത മുതൽ കൂരിയാട് തോടിന് മുകളിലെ ആദ്യ പാലം വരെയുള്ള 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്റ്റ്. ആകെ 13 സ്പാനുകളുള്ള പാലത്തിന് കരുത്തുറ്റ 24 കോൺക്രീറ്റ് തൂണുകളാണുള്ളത്. ഞങ്ങൾ ഇത് ആരംഭത്തിൽ തന്നെ പറഞ്ഞൊരു സംഗതിയായിരുന്നു, ഇവിടെ പാലം വേണം. ഈ ചതുപ്പ് നിലയമാണ്. ചതുപ്പ് നിലമായതുകൊണ്ട് തന്നെ ഏത് നിമിഷവും മണ്ണിട്ട് പൊക്കിയാൽ അത് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ആദ്യം ഉണ്ടാക്കിയ DPRൽ ഇവിടെ പാലം തന്നെ ആയിരുന്നു. എന്നാൽ പിന്നീട് വന്നത് ഇവിടെ മണ്ണിട്ട് ജർമ്മൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരികയും അത് നിർമ്മാണം ഏകദേശം 40 അടി ഉയരത്തിലാണ് ഈ കെട്ടി മണ്ണിട്ട് പൊക്കിയിരുന്നത്. അത് ഒരു മഴ പെയ്ത ഉടനെ തന്നെ ഏകദേശം മെയ് 19 ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു വർഷം കൊണ്ട് തന്നെ KNRC നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിലേറെ സന്തോഷമുണ്ട്. അപകടത്തിന് പിന്നാലെ വിദഗ്ധ സമിതിയാണ് മണ്ണിട്ട് റോഡ് നിർമ്മിക്കുന്നതിന് പകരം മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള ശുപാർശ നൽകിയത്. കഴിഞ്ഞ മെയ് 19 കൂരിയാട് ഭാഗത്ത് 40 അടി ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ 6 വരിപ്പാതയുടെ വലിയൊരു ഭാഗവും തകർന്നു വീണത്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത അന്നേ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. 24 മലപ്പുറം. കുസാറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫിഡറേറ്റഡ് ചെസ് ടൂർണമെന്റിന് തുടക്കം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 620 പേരാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ ജുനൈദ് ബുഷ്രി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. അഞ്ചു വയസ്സുകാരി ദക്ഷിമ ദീപക്, 83 വയസ്സുള്ള ആൽഫ്രഡ് KV, അങ്ങനെ 620 മത്സരാർത്ഥികൾ പ്രായഭേദമന്യേ ചെസ് ബോർഡിൽ കരുക്കൾ നീക്കി തുടങ്ങി. കുസാറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 35ാമത് ചെസ് ടൂർണമെന്റാണ് ഫിഡറേറ്റഡ്. 7 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. കർണാടകയിൽ നിന്നുള്ള അരുൾ ആനന്ദ് SPKയാണ് ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് നേടിയ താരം. ഈ ടൂർണമെൻറ്റിൽ മൊത്തം 10 സ്റ്റേറ്റിനുடைய പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. കേരളയിൽ നിന്ന് മാത്രം 502 പേർ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രായമുള്ള പ്ലേയേഴ്സും ഉണ്ട്, കൊച്ചുകുട്ടികളും കൊടുക്കണം. ഇവിടെ ടൂർണമെൻറ്റിൽ ഈ ചാമ്പ്യൻഷിപ്പ് അടിച്ച വിഷ്ണു പ്രസന്ന ഇപ്പോൾ നമ്മുടെ കറണ്ട് വേൾഡ് ചാമ്പ്യനുடைய കോച്ചായിരിക്കുന്നതാണ്, ഗുകേഷിൻ്റെ കോച്ചായിരിക്കുന്നതാണ്. സോ ഇതുമാതിരിയുള്ള ഒരുപാട് GMs IMs എല്ലാം ഡെവലപ്പ് ചെയ്ത ടൂർണമെൻ്റാണ് ഇത്. 1989 ചെസ് ടൂർണമെന്റ് ആരംഭിക്കുന്നത്. 1996 ഇത് ഫിഡറേറ്റഡ് ടൂർണമെന്റായി മാറി. മെയ് 24 ടൂർണമെന്റ് സമാപിക്കും. 24 കൊച്ചി. IPL നിന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ജയത്തോടെ ടോപ്പ് 2 ഫിനിഷിംഗ് ഉറപ്പിക്കുകയാണ് ഇരു ടീമുകളുടെയും ലക്ഷ്യം. ലീഗിൽ 18 പോയിന്റുമായി RCB 1-ഉം 16 പോയിന്റുമായി SRH 3-ാം സ്ഥാനത്തുമാണ്. ആദ്യ 2 സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകളാണ് ക്വാളിഫയർ 1-ൽ മത്സരിക്കുക. സൗദി പ്രോ ലീഗ് കിരീടം അൽ നസറിന് അവസാന ലീഗ് മത്സരത്തിൽ ദമാക് FCയെ 4-1 തോൽപ്പിച്ച് കിരീടമുറപ്പിച്ചു. ഇരട്ട ഗോളുമായി മിന്നിച്ച നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ വിവരങ്ങളുമായി ചേർന്നത്. അനിൽ, കിരീടം ചൂടിയെന്ന് മാത്രമല്ല ആരാധകർക്ക് ആവേശമായി ക്രിസ്ത്യാനോയുടെ മിന്നും പ്രകടനം.
അത് തന്നെയാണ് റൊണാൾഡോ ഈ കിരീടം നേടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ലോകകപ്പിന് ശേഷമാണ് 2023 തുടക്കത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ലീഗിലേക്ക് ചേക്കേറുന്നത്. അത് ഫുട്ബോൾ ലോകത്തിന് തന്നെ ഒന്നടങ്കം ഒരു അമ്പരപ്പായിരുന്നു. അങ്ങനെ ഒരു ലീഗിലേക്ക് റൊണാൾഡോ പോകുന്നത് എന്തിന് എന്നൊക്കെ ചോദ്യം വരുന്നു. പക്ഷേ റൊണാൾഡോയ്ക്ക് പിന്നാലെ സൗദി പ്രോ ലീഗിന്റെ തന്നെ വാല്യൂ വളരെയധികം ഉയരുകയും മുൻനിര താരങ്ങൾ ഒരുപിടി താരങ്ങളൊക്കെ തന്നെ സൗദി ലീഗിലേക്ക് ചേക്കേറുകയും ചെയ്തു. പക്ഷേ റൊണാൾഡോയ്ക്ക് ഈ കിരീടം നേടാൻ ഇതുവരെ ആയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ സീസണുകളിലൊക്കെ തന്നെ വലിയ നിരാശയായിരുന്നു. പക്ഷേ ഒരുപിടി മികച്ച താരങ്ങളെ സാദിയോ മാനെയും യാവോ ഫെലിക്സിനെ അടക്കമുള്ള താരങ്ങളെ കൂട്ടിക്കൊണ്ട് റൊണാൾഡോ ഇത്തവണ മിന്നും പ്രകടനവുമായി ടീമിനെ അങ്ങനെ കൊണ്ടുവരികയായിരുന്നു. ഒടുവിൽ അവസാന മാച്ച് ഡേയിൽ ഒരു വിജയം അതായിരുന്നു ടീമിന് വേണ്ടിയിരുന്നത്. പ്രത്യേകിച്ച് അൽ ഹിലാൽ തൊട്ടടുത്തുള്ളായിരുന്നത് കൊണ്ട് തന്നെ ആ മത്സരത്തിൽ ദമക് എഫ്സിയെ 4-1 തോൽപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ കിരീടം അൽ നസർ ഉറപ്പിക്കുന്നത്. അതിൽ ഇരട്ട ഗോളുകളുമായി നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ മിന്നിച്ചു. മത്സരശേഷം അദ്ദേഹം വലിയ രീതിയിൽ കരയുന്നൊക്കെ തന്നെ കണ്ടു. അത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ കിരീടം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു. അദ്ദേഹം കാത്തിരുന്ന ഒരു കിരീടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ആഹ്ലാദം വലിയ തരത്തിൽ റൊണാൾഡോയ്ക്ക് സന്തോഷം അത് ആഹ്ലാദം ഒക്കെ തന്നെ ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ലോകകപ്പ് വരാനിരിക്കുന്നു. ആ ലോകകപ്പിന് ആദ്യ ലോക കിരീടം എന്നുള്ള നേട്ടത്തിലേക്ക് തന്നെ പോകാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു തന്നെ. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കരിയറിലെ ഗോൾ നേട്ടം 973 എന്ന നമ്പറിലേക്കും എത്തി. ഇനി 1000 എന്ന ആ മാജിക് നമ്പറിലേക്ക് അധികമില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സൗദി ലീഗിൽ റൊണാൾഡോയ്ക്ക് ഒടുവിൽ അദ്ദേഹത്തിന്റെ 4ാമത്തെ ലീഗിലാണ്. നേരത്തെ പ്രീമിയർ ലീഗിലും ഇറ്റാലിയൻ ലീഗിലും ഒക്കെ തന്നെ സ്പാനിഷ് ലീഗിലും അദ്ദേഹം കിരീടം നേടിയിട്ടുണ്ട്. അങ്ങനെ മറ്റൊരു ലീഗിൽ കൂടി ലീഗ് നേട്ടം കൂടി നേടുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 24 ബിഗ് ബ്രേക്ക് വാർത്തയിലേക്കാണ്. NCPയുടെ സംസ്ഥാന ഘടകത്തിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുകയാണ്. തോമസ് കെ തോമസിനെ നീക്കി പുതിയ സംസ്ഥാന അധ്യക്ഷനെ കൊണ്ടുവരാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പി സി ചാക്കോ ഗ്രൂപ്പ് യോഗം വിളിച്ചു. ഇന്ന് രാവിലെ 10:30 കലൂർ റിന്യൂവൽ സെന്ററിലാണ് ചാക്കോ അനുകൂലികളുടെ യോഗം. നാളെ AK ശശീന്ദ്രൻ പക്ഷം കോഴിക്കോടും യോഗം വിളിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുകയാണ്. മേഘന, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ ഒരു ഭിന്നത അത് പുകയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ അതൊരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തുന്നു. ഗ്രൂപ്പ് യോഗങ്ങൾ സെപ്പറേറ്റ് ചേരുന്നു. എന്താണ് NCPയിൽ നടക്കാൻ പോകുന്നത്? ക്രിസ്റ്റീന, NCPയിൽ ആഭ്യന്തര കലഹം അത് തിരഞ്ഞെടുപ്പിന് മുൻപും രൂക്ഷമായിരുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ AK ശശീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കരുതെന്നാവശ്യപ്പെട്ട് ഒരു ഗ്രൂപ്പ് രംഗത്ത് വരികയും അതുപോലെ തന്നെ വലിയ പ്രതിഷേധങ്ങളും ഗ്രൂപ്പ് യോഗങ്ങളും തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ AK ശശീന്ദ്രൻ തന്നെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഇടപെടലുകൾ നടത്തുകയും അങ്ങനെ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തു. പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം സംഭൂജിരായി പോകുന്ന ഒരു കാഴ്ച. കാരണം LDF-ൽ തന്നെ NCPക്കാണ് ഏറ്റവും കൂടുതൽ ദോഷം സംഭവിച്ചതെന്ന് പറയേണ്ടി വരും. അങ്ങനെ NCP സംഭൂജിരായി പോകുന്ന ഒരു കാഴ്ച കണ്ടു. അതിൽ എലത്തൂർ പോലുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയിൽ മന്ത്രിയായിരുന്ന AK ശശീന്ദ്രന് തോൽവി സംഭവിക്കുന്നു. ആ തോൽവി സംഭവിക്കുന്നതും UDF-ന്റെ പുതുമുഖമായിട്ടുള്ള വിദ്യാ ബാലകൃഷ്ണനോട് AK ശശീന്ദ്രന് തോൽക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ തോമസ് കെ തോമസ് മത്സരിച്ച കുട്ടനാട്ടിലും തോൽവി സംഭവിക്കുന്നു. കുട്ടനാട്ടിൽ തോൽവി സംഭവിച്ചത് ഈ NCPയുടെ മുൻ അംഗമായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന റജി ചെറിയനോടാണ് കുട്ടനാട് തോമസ് കെ തോമസിന് തോൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നീട് 3ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലെത്തിയ ഒരു മണ്ഡലമായി മലപ്പുറം മാറി. അങ്ങനെ മൊത്തത്തിലൊരു ക്ഷീണം NCPക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര കലഹവും രൂക്ഷമാകുന്നത്. ഇന്ന് PC ചാക്കോ പക്ഷം, ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള PC ചാക്കോ പക്ഷം കലൂർ റിന്യൂ സെന്ററിൽ ഒരു ഗ്രൂപ്പ് യോഗം വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ കോഴിക്കോട് AK ശശീന്ദ്രൻ പക്ഷവും ഗ്രൂപ്പ് യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് കുട്ടനാട് സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് കെ തോമസിനെ ഈ ഒരു സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ളതാണ്. അങ്ങനെ PC ചാക്കോ തന്നെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ AK ശശീന്ദ്രനെതിരെയും ഒരു വിഭാഗത്തിന്റെ ഒരു അമർഷം രൂക്ഷമാണ്. കാരണം AK ശശീന്ദ്രൻ ഈ എലത്തൂരിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ളൊരു ആവശ്യം അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് ആ ഒരു സീറ്റ് വിട്ടു നൽകണം, പുതിയ തലമുറയ്ക്കായി സീറ്റ് വിട്ടു നൽകണമെന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ AK ശശീന്ദ്രൻ അതിന് തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് വലിയൊരു തോൽവി എലത്തൂരടക്കം സംഭവിച്ചത്. ഇല്ലെങ്കിൽ എലത്തൂരിൽ ജയിക്കാമായിരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് LDF-നും പൊതുവെ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷീണം, പാർട്ടിക്ക് സംഭവിച്ച ക്ഷീണം അത് വലിയ തരത്തിൽ ഒരു ചർച്ചയാകുന്നു. അങ്ങനെ തന്നെയാണ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ യോഗമടക്കം വിളിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ ഭാഗത്ത് നിന്ന് സംഭൂജിരായി പോയ പാർട്ടിയുമായി ഒരു കക്ഷി ചേരാനും അതുപോലെ തന്നെ പുതിയൊരു പാർട്ടി രൂപീകരിക്കാനും AK ശശീന്ദ്രൻ പക്ഷം തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ മനസ്സിലാകുന്നു. എന്തായാലും
അത് നേരത്തെ തന്നെ NCP-യിൽ എല്ലാ കാലത്തും ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പിന് ശേഷവും സംഭൂജിരായി പോയതിനു ശേഷവും ഈ കലഹം മുറുകുന്നു. അത് കൂടുതലും തോമസ് കെ തോമസിനും അതുപോലെ തന്നെ AK ശശീന്ദ്രനെതിരെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. PC ചാക്കോ തന്നെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ചെറിയൊരു പാർട്ടിയാണ്, തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ്. പക്ഷേ ഗ്രൂപ്പ് പ്രശ്നങ്ങളും ആഭ്യന്തര കലഹങ്ങളും NCP-യെ വിട്ടുമാറാതെ തുടരുകയാണ്. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കാൻ CBI കഴിഞ്ഞ ദിവസം ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ മനോജ് ഷിരോളയെ അറസ്റ്റ് ചെയ്തിരുന്നു. NTA-യിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെയും CBI ചോദ്യം ചെയ്തേക്കും. പലയിടങ്ങളിലായി ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖല വ്യാപിച്ചു കിടക്കുന്നുവെന്നാണ് CBI-യുടെ വിലയിരുത്തൽ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുകയാണ്. ബൽറാം, വലിയൊരു ശൃംഖല തന്നെ ഇതിന് പിന്നിലുണ്ട്, നടന്നത് വലിയൊരു ഗൂഢാലോചനയാണ് എന്ന് തന്നെയാണോ CBI-യുടെ വിലയിരുത്തൽ? കൂടുതൽ അറസ്റ്റ് ഇന്ന് പ്രതീക്ഷിക്കാമോ? ദിൽന, ക്രിസ്റ്റീന, തീർച്ചയായും കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് CBI വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. കാരണം ഈ ശൃംഖലയുടെ വ്യാപ്തി അത് നേരത്തെ കണക്കുകൂട്ടിയതിനേക്കാൾ വലുതാണ് എന്നാണ് CBI വൃത്തങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും CBI വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഈ ഊർജിതമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുകയാണ്. കഴിഞ്ഞ ദിവസം ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ മനോജ് ഷിരോളയെ അറസ്റ്റ് ചെയ്തിരുന്നു. NTA-യിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെയും CBI ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഗൗരവതരമായ കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം തന്നെ ഈ നീറ്റ് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിൽ നിർണായക പങ്ക് അവർക്കുണ്ട് എന്ന് CBI-യുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ വ്യാപ്തി അത് കഴിഞ്ഞ വർഷങ്ങളിലും സംഭവിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ CBI നിലവിൽ പരിശോധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് പരിഭാഷപ്പെടുത്തുന്ന വ്യക്തികൾ അടക്കമുള്ളവരിൽ നിന്ന് ഈ ചോദ്യങ്ങൾ ചോരുന്നു എന്ന തരത്തിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് തന്നെ എല്ലാ സെറ്റ് ചോദ്യപേപ്പറും അല്ലെങ്കിൽ ചോദ്യങ്ങളും ചോരാൻ ഇടയാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചോർച്ചയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. നടക്കാനിരിക്കുന്ന പുനഃപരീക്ഷ അത് കൃത്യമായി തന്നെ ചോർച്ചയില്ലാതെ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാനുള്ള നടപടികൾ, അതിനുള്ള നിർദ്ദേശങ്ങളും വിദ്യാഭ്യാസ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഈ അന്വേഷണവുമായി സഹകരിക്കണം എന്നുള്ള കർശന നിർദ്ദേശവും NTA-ക്ക് നൽകിയിട്ടുണ്ട്. നിലവിൽ പൂർണ്ണമായും തന്നെ NTA ഈ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് നടക്കാനിരിക്കുന്ന പുനഃപരീക്ഷയുടെ നടത്തിപ്പിന് വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, എന്തായാലും വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്തൊരു തപസ്യ പോലെ ഇത്തരം പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ കൊഞ്ഞനം കുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ നീറ്റ് പ്രവേശന പരീക്ഷ പേപ്പർ ചോർച്ചയുമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ വലിയൊരു ശൃംഖലയാണെന്നാണ് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇനി നമ്മൾ കോഴിക്കോട്ടേക്കാണ്. ഇവിടെ പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ ഭർത്താവ് രജൻലാലിന് പങ്കില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പേരാമ്പ്രയിലെ പെട്രോൾ പമ്പിൽ നിന്ന് ക്യാനിൽ സോന പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. പെട്രോൾ ബാഗിലാക്കി കാറിലെത്തിച്ചെന്നാണ് കരുതുന്നത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനീഷ് ദേവസ്യാണ് ചേരുന്നത്. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ഭർത്താവായ ആ വ്യക്തിക്ക് ഇതിൽ പങ്കില്ല എന്ന് പോലീസ് പറയുന്നു. പങ്കില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തുകൊണ്ട് സോന ഇങ്ങനെ ഒരു കടുങ്കൈക്ക് മുതിർന്നു എന്നതിനൊരു കാരണമുണ്ടാവണമല്ലോ. ക്രിസ്റ്റീന, ഡിൽന, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 15-നാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ ഭർത്താവിന് രജിൻലാലിന് പങ്കില്ല എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തുന്നുണ്ട്. വിവരങ്ങളുമായി അനീഷ് ദേവസ്യാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. അനീഷ്, കുടുംബം ആരോപിക്കുന്നത് ഭർത്താവിന് ഇതിൽ പങ്കുണ്ടെന്നാണ്, സോനയുടെ കുടുംബം ആരോപിക്കുന്നത്. പക്ഷേ പോലീസ് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ എന്താണ് നടന്നിരിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്?
ദിൽന, കഴിഞ്ഞ 15-നാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി ഗർഭിണിയായ യുവതി മരിക്കുന്നത്. കക്രമുക്ക് സ്വദേശി രജിലാലിന്റെ ഭാര്യ സോനയാണ് മരിക്കുന്നത്. ഈ രജിലാൽ പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഈ ആദ്യഘട്ടത്തിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് ഈ കാർ കത്തിയെന്നൊരു നിഗമനത്തിലായിരുന്നു പോലീസ്. പിന്നീട് നടത്തിയ വിശദമായ ഒരു അന്വേഷണത്തിനാണ് ഇത് ഷോർട്ട് സർക്യൂട്ട് മൂലമല്ല ഈ കാർ കത്തിയെന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തുന്നത്. അതിനിടയ്ക്ക് ഈ രജിലാലിനെതിരെ ഗുരുതര ആരോപണമായി മരിച്ച സോനയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. തുടർന്ന് അന്വേഷണം ഈ രജിലാലിലേക്ക് നീങ്ങിയിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ കേസിലെ നിർണായകമായ തെളിവ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് സോന പേരാമ്പ്രയിൽ ഒരു പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങി ബാഗിൽ സൂക്ഷിക്കുന്ന നിർണായകമായ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. തുടർന്ന് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി പോലീസ് ഈ രജിലാലിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. രജിലാൽ പോലീസിന് കൊടുത്തൊരു മൊഴി എന്ന് പറയുന്നത് ഈ കാറിൻ്റെ പിൻസീറ്റിൽ നിന്നും പെട്രോളിൻ്റെ ഒരു സ്മെല്ല് വന്നതിനെ തുടർന്ന് എന്താണെന്ന് തിരിഞ്ഞ് ഭാര്യയോട് ചോദിച്ചപ്പോഴത്തേക്കും കാറിനുള്ളിൽ തീ ആളി കത്തുകയായിരുന്നാണ് ലഭിച്ചിരിക്കുന്ന ഒരു മൊഴി. ഏതായാലും ഇപ്പോൾ പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം ഈ സോന പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ്. എന്നാൽ പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും ഈ സോനയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ഭർത്താവ് രജിലാലിന് ഇപ്പോൾ ഒരു പങ്കില്ല എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ദിൽന, ക്രിസ്റ്റീന. ശരി, എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ്. അനീഷ് ദേവസ്യാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ കോൺഗ്രസിന് പിന്നാലെ മുസ്ലിം ലീഗും വിടുതലൈ സിരുത്തൈകൾ കക്ഷിയും തമിഴക വെற்றிക്കഴക മന്ത്രിസഭയിലേക്ക് ഇന്നലെ ചേർന്ന മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം പാപനാശം MLA എം ഷാജഹാൻ മന്ത്രിയായി ചുമതലയേൽക്കുമെന്ന് പ്രഖ്യാപിച്ചു. രാത്രി വൈകി അവസാനിച്ച യോഗത്തിലാണ് TVKയുടെ ക്ഷണം സ്വീകരിക്കാൻ VCK തീരുമാനിച്ചത്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മനേഷ്, 2 മന്ത്രിസ്ഥാനങ്ങൾ TVK ഒഴിച്ചുവെച്ചിരുന്നു ഈ 2 പാർട്ടികൾക്കായി. അവരിപ്പോൾ കൂടി മന്ത്രിസഭയിലേക്ക് വരികയാണ്. അങ്ങനെ തുടർച്ച 2ാം ദിവസവും മന്ത്രിസഭാ വികസനം. ദിൽന, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. തീർച്ചയായും, കാരണം തമിഴ്നാടിന്റെ ചരിത്രമാണ് ഈ പറഞ്ഞ 2 പേർ കൂടി മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ അത് തമിഴ്നാടിന്റെ മറ്റൊരു ചരിത്രമായി മാറുന്നു. 6 പതിറ്റാണ്ടിന് ശേഷം ഒരു മുന്നണി സംവിധാനത്തിലുള്ള ഒരു മന്ത്രിസഭ തമിഴ്നാട്ടിൽ അധികാരത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. മുന്നണി സംവിധാനം നേരത്തെ ഉണ്ട്, പക്ഷേ ഭരണത്തിൽ പങ്കാളികളായിട്ടുള്ള ഒരു മുന്നണി ആ ഒരു സംവിധാനം എന്തായാലും അധികാരത്തിൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുസ്ലിം ലീഗാണ് ആദ്യം ഇന്നലെ ആദ്യം മന്ത്രിസ്ഥാനം പ്രഖ്യാപിച്ച അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ചേരുമെന്ന് തീരുമാനം പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗാണ്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് അവരുടെ യോഗം അവസാനിച്ചത്. അതിൽ AM ഷാജഹാൻ, പാപനാശത്തു നിന്നുള്ള MLA ആയിട്ടുള്ള AM ഷാജഹാനാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. അത് ഇന്ന് രാവിലെ 9:30 മണിയോടുകൂടി ചടങ്ങുണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് VCK ആണ്, വിടുതലൈ സിരുത്തൈകൾ കക്ഷിയാണ്. രാത്രി ഏറെ വൈകിയാണ് VCKയുടെ തീരുമാനം പുറത്തു വരുന്നത്. 1 year ആയിരിക്കും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ കോൺഗ്രസ് മന്ത്രിസഭയുടെ ഭാഗമായിരുന്നു. ഇന്നിപ്പോൾ ഇതിന് തൊട്ടു പിന്നാലെയാണ് VCKയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും മന്ത്രിസഭയുടെ ഭാഗമാകാൻ തീരുമാനിക്കുന്നത്. ക്രിസ്റ്റീന, ദിൽന. ശരി, മുസ്ലിം ലീഗും VCKയും അങ്ങനെ TVK മന്ത്രിസഭയിൽ അംഗങ്ങളാവുകയാണ്. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. രാജ്യത്തിപ്പോൾ ട്രെൻഡിംഗ് എന്നത് കോക്രോച്ച് ജനതാ പാർട്ടിയാണ്. ഇപ്പോൾ അതിനെ പിന്തുണച്ച് ഡോക്ടർ ശശി തരൂർ MP രംഗത്തെത്തിയിരിക്കുകയാണ്. CJP വെറുമൊരു ഇന്റർനെറ്റ് പ്രതിഭാസമല്ല, പുകയുന്ന ജനരോഷമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ പരാജയങ്ങളെക്കുറിച്ചാണ് കോക്രോച്ച് പാർട്ടിയുടെ വളർച്ച വ്യക്തമാക്കുന്നതെന്നും ശശി തരൂർ പറഞ്ഞു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. നേപ്പാളിൽ ഒക്കെ ജൻസിയുടെ ഒരു പ്രക്ഷോഭവും അവർ അധികാരത്തിലേറിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മുഖ്യധാര രാഷ്ട്രീയത്തിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അത് രാഷ്ട്രീയവാദമല്ല. ആ പ്രശ്നങ്ങൾ മാറ്റി രാഷ്ട്രീയ പാർട്ടികൾ ഒരു മാറ്റത്തിന് വിധേയമാകുന്നില്ല വർഷങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ ജൻസി അവരുടേതായ രീതിയിൽ ഒരു വിപ്ലവത്തിലേക്ക് നീങ്ങുന്നു. ഇതിപ്പോൾ ഇന്ത്യയിലും അതിനുള്ള ചില സൂചനകളാണോ നമ്മൾ കാണുന്നത്? ക്രിസ്റ്റീന, ദിൽന, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പരിഹാസ രൂപത്തിൽ ഉയർന്നു വന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എന്നാൽ അതിന് ഇതിന്റെ സംഘാടകർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള വലിയ ജനപിന്തുണ ലഭിച്ചതോടുകൂടിയാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വളർച്ച സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ മുഖ്യധാര പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഘടനാപരമായി അവർക്ക് പല പരിമിതികളുമുണ്ട് എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം. എന്നാൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ സംബന്ധിച്ചിടത്തോളം അതിന് പരിമിതികളില്ല. അതൊരു താൽക്കാലികമായോ മറ്റോ രൂപപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ്. അതും സമൂഹ മാധ്യമങ്ങളിൽ മാത്രമാണ് നിലവിൽ അതുള്ളത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്തായാലും ഈ ഒരു മുന്നേറ്റത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ശശി തരൂർ MP. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന കൂട്ടായ്മ വെറും ഒരു ഇന്റർനെറ്റ് പ്രതിഭാസം മാത്രമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പുകയുന്ന ജനരോഷമാണ് അത് വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷത്തിന് മുന്നിൽ വലിയ അവസരമാണ് എന്നും അദ്ദേഹം
അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തെ യുവാക്കളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഈ ഒരു മുന്നേറ്റം വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യധാരാ രാഷ്ട്രീയത്തിന്റെ പരാജയം സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനകളും ഈ ഒരു മുന്നേറ്റം വ്യക്തമാക്കുന്നുണ്ട് എന്നും ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തിയും നിരാശയും പ്രകടിപ്പിക്കാനുള്ള ഒരു മാധ്യമമായി ഈ CJP മാറിയിരിക്കുകയാണ് എന്നും ഈ ജനരോക്ഷത്തെ മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് നയിക്കാൻ പ്രതിപക്ഷത്തിന് മുന്നിൽ വലിയൊരു അവസരം ഉണ്ട് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം ഈ CJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം CJPയുടെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ മരവിപ്പിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ബദൽ അക്കൗണ്ടുകൾ അത് പ്രാദേശിക അടിസ്ഥാനത്തിൽ പോലും ആരംഭിക്കുകയും വലിയ ജനപിന്തുണ നിമിഷ നേരങ്ങൾക്കകം തന്നെ അതിനെ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസത്തോടെ തന്നെ ഈ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ളവ ഈ CJPയുടെ മുന്നേറ്റം സംബന്ധിച്ച് സസൂക്ഷ്മം നിരീക്ഷിക്കാനും അവയിൽ പ്രതികരിക്കാനും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിന്റെ ഭാവി എന്നുള്ളത് ഏറ്റവും നിർണായകമാകും. ക്രിസ്റ്റീന, ദിൽന. ശരി, നേരത്തെ അഴിമതിക്കെതിരെ അണ്ണാ ഹസാരയുടെ സമരം ഉൾപ്പെടെ കണ്ടതാണ് രാജ്യം. അതിന് സമാനമായ ഒരു മൂവ്മെന്റായി CJP മാറുമോ എന്നാണ് കാണേണ്ടത്. എന്തായാലും മുഖ്യധാരാ രാഷ്ട്രീയത്തിന്റെ ഭാഗമായ ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പിന്റെ 12ാം പരീക്ഷണ വിക്ഷേപണം നാളത്തേക്ക് മാറ്റിവെച്ചു. വിക്ഷേപണ തറയിലുണ്ടായ സാങ്കേതിക തകരാർ മൂലമാണ് വിക്ഷേപണം മാറ്റിയതെന്ന് സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് അറിയിച്ചു. ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ വിക്ഷേപണ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ്. പൂർണ്ണമായും പുനരുപയോഗിക്കാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ ഗതാഗത തടസ്സം തുടരുന്ന പശ്ചാത്തലത്തിൽ ബദൽ നീക്കങ്ങളുമായി സൗദി അറേബ്യ രാജ്യത്തെ ഗതാഗത വിതരണ ശൃംഖലകളിലെ കമ്പനികളിലെ ലയിപ്പിച്ച് ഒറ്റ ലോജിസ്റ്റിക്സ് കമ്പനി രൂപീകരിക്കാൻ സൗദി പരമാധികാര ഫണ്ടായ PIF ആലോചിക്കുന്നു. വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായും രാജ്യത്തെ ആഗോള ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി മാറ്റുന്നതിനായും പുതിയ നീക്കം സഹായിക്കും. തുറമുഖങ്ങൾ, റെയിൽവേ, കപ്പൽ ഗതാഗതം എന്നിവയുമായി ബന്ധപ്പെട്ട് സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ കീഴിലുള്ള വിവിധ കമ്പനികളെ ഒരൊറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവരാനാണ് നിലവിൽ ചർച്ചകൾ നടക്കുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരമൊരു ലയനത്തെക്കുറിച്ച് ആലോചനകൾ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ 3 മാസമായി ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് ചർച്ചകൾക്ക് വേഗത കൂട്ടിയിരിക്കുകയാണ്. വിതരണ ശൃംഖല തടസ്സപ്പെടാതിരിക്കാൻ ചെങ്കടലിലെ ജിദ്ദ, യാംബു തുടങ്ങി സൗദി തുറമുഖങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് പുതിയ നീക്കത്തിലൂടെ രാജ്യം ലക്ഷ്യമിടുന്നത്. കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപ സാധ്യതയുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമായി ഈ പുതിയ കമ്പനിയെ മാറ്റാനാണ് പദ്ധതി. ഭാവിയിൽ രാജ്യാന്തര നിക്ഷേപകരെ പങ്കാളികളാക്കാനും IPO വഴി ഓഹരിയിൽ വിപണിയിൽ ഇറക്കാനും സൗദിക്ക് ആലോചനയുണ്ട്. സൗദി വിഷൻ 2030ന്റെ ഭാഗമായി ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ആഗോള ലോജിസ്റ്റിക്സ് കേന്ദ്രമായി രാജ്യത്തെ മാറ്റാൻ ഇത് സഹായിക്കും. $8.3 ബില്യൺ മൂല്യമുള്ള നാഷണൽ ഷിപ്പിംഗ് കമ്പനി, സൗദി ഗ്ലോബൽ പോർട്സ്, സൗദി റെയിൽവേ കമ്പനി എന്നിവയെല്ലാം ഈ പുതിയ സഖ്യത്തിന്റെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 24 ജിദ്ദ. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ദുബായ് ജയിലിൽ കഴിയുന്ന 836 തടവുകാരെ മോചിപ്പിക്കാൻ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉത്തരവിട്ടു. തടവുകാരുടെ സാമ്പത്തിക ബാധ്യത അദ്ദേഹം ഏറ്റെടുക്കും. ഇതോടെ UAEയിൽ ജയിൽ മോചിതരാകുന്നവരുടെ എണ്ണം 2000 കടക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 836 തടവുകാരെ മോചിപ്പിക്കാനാണ് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉത്തരവിട്ടിരിക്കുന്നത്. കേസുകളുമായി ബന്ധപ്പെട്ട പിഴത്തുകയുൾപ്പെടെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. ഇവരെ മോചിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി അറ്റോർണി ജനറൽ ഓഫ് ദുബായ് ചാൻസലർ എസ്സാം ഇസ അൽ ഹുമൈദാൻ വ്യക്തമാക്കി. പ്രഖ്യാപനത്തിന് പിന്നാലെ നടപടികൾ ആരംഭിച്ചതായി ദുബായ് പോലീസും അറിയിച്ചു. കുടുംബ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇത്രയധികം പേർക്ക് ഒരുമിച്ച് പൊതുമാപ്പ് നൽകുന്നത്. കുടുംബജീവിതത്തിന്റെ മാധുര്യവും സമൂഹത്തിലേക്കുള്ള ഇവരുടെ ഇഴുകിച്ചേരലുമാണ് മോചനത്തിന് പിന്നിലെ പ്രധാന ഉദ്ദേശമെന്ന് അധികൃതർ പറയുന്നു. 956 പേർക്ക് മാപ്പ് നൽകി മോചിപ്പിക്കുന്നതായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. 230 തടവുകാരെ മോചിപ്പിക്കാൻ അജ്മാൻ ഭരണാധികാരി ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമി ഉത്തരവിട്ടു. ദുബായ് ഭരണാധികാരിയുടെ പ്രഖ്യാപനം കൂടി വന്നതോടെ ആകെ ജയിൽ മോചനം ലഭിക്കുന്നവരുടെ എണ്ണം 2022 ആകും. ഇനിയും ചില ഭരണാധികാരികൾ കൂടി പൊതുമാപ്പ് നൽകിയവരുടെ എണ്ണം പ്രഖ്യാപിക്കാനുണ്ട്. കഴിഞ്ഞ റമദാനിൽ 4200ഓളം തടവുകാർക്കായിരുന്നു മോചനം ലഭിച്ചത്. 24 ദുബായ്. സൗദിയിലെ അൽ ഖസീമിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി ഉൾപ്പെടെ 2 ഇന്ത്യക്കാർക്ക് ദാരുണാന്ത്യം. പാലക്കാട് നെന്മാറ പോത്തുണ്ടി നെല്ലിക്കാട് സ്വദേശി ഷനൂബ് മുഹമ്മദ് ഷെരീഫ്, പശ്ചിമബംഗാൾ സ്വദേശി അബ്ദുൾ മദീൻ എന്നിവരാണ് മരിച്ചത്. ഖസീം പ്രവിശ്യയിലെ ബുറൈദയ്ക്ക് സമീപം സലാം എന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്.
സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ക്യാമ്പയിനുമായി UAE ഇന്റർനാഷണൽ മീഡിയ അതോറിറ്റി. സുരക്ഷിതവും ഉത്തരവാദിത്വവുമുള്ള സോഷ്യൽ മീഡിയ ഉപയോഗം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കനത്ത പിഴ നൽകണം എന്നാണ് മുന്നറിയിപ്പ്. പ്രൊഫഷണൽ ആൻഡ് റെസ്പോൺസിബിൾ മീഡിയ, എ സേഫ് സൊസൈറ്റി ആൻഡ് സ്ട്രോങ് വാല്യൂസ് എന്ന പേരിലാണ് UAE നാഷണൽ മീഡിയ അതോറിറ്റി ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. മീഡിയ പ്രൊഫഷണലുകൾ, സ്ഥാപനങ്ങൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. സാമൂഹിക മാധ്യമങ്ങളിൽ എന്ത് തരം കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാം, എന്ത് പാടില്ല എന്നിവ പഠിപ്പിക്കലാണ് പ്രധാനമായും ക്യാമ്പയിൻ്റെ ഉദ്ദേശം. മതത്തെയോ വിശ്വാസത്തെയോ അവഹേളിക്കുന്ന ഒന്നും പോസ്റ്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ പാടില്ലെന്ന് നാഷണൽ മീഡിയ അതോറിറ്റി കർശനമായി നിർദ്ദേശിക്കുന്നു. UAEയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സമൂഹമാധ്യമങ്ങളിൽ അവഹേളിക്കാൻ പാടില്ല. ദേശസുരക്ഷയെ ബാധിക്കുന്നതോ രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്നതോ ആയ കണ്ടന്റുകൾ പ്രചരിപ്പിക്കരുത്. രാജ്യത്തിന്റെ ഭരണാധികാരികൾ, ചിഹ്നങ്ങൾ, കൊടി എന്നിവയെ ബഹുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ ഇടപെടരുത്. വ്യാജ വാർത്തകൾ പങ്കുവയ്ക്കരുത്. സ്വകാര്യതയെ മാനിക്കണം. ഒരാളുടെ ചെറിയ വിവരങ്ങൾ പോലും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതിന് അയാളുടെ അനുമതി വാങ്ങിയിരിക്കണം. നിയമ സംവിധാനത്തെ പൂർണ്ണമായും ബഹുമാനിക്കണമെന്നും UAE നാഷണൽ മീഡിയ അതോറിറ്റി നിർദ്ദേശിക്കുന്നു. ഇതിൽ പിഴവുണ്ടായാൽ നിയമലംഘനത്തിന്റെ തോതനുസരിച്ച് 5 ലക്ഷം ദിർഹം വരെ പിഴ ലഭിക്കും. മാധ്യമങ്ങളും ഇക്കാര്യങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ ഘട്ടത്തിൽ പ്രചരിച്ച വ്യാജ വാർത്തകൾക്ക് തടയിടലാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. 24 ദുബായ്. മലയാളികൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റ സമൂഹത്തിന് ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നത്. ക്ഷേമ പദ്ധതികൾ ഓസ്ട്രേലിയൻ പൗരന്മാർക്ക് മാത്രമാക്കി ചുരുക്കുന്ന നടപടിയാണ് വരുന്നത്. പൗരത്വമുള്ളവർക്ക് മാത്രം സർക്കാർ സഹായങ്ങളെന്ന നിർദ്ദേശം വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഓസ്ട്രേലിയയിൽ നിന്നും ലിജ ചാക്കോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ കുടിയേറ്റവും വെൽഫെയർ സംവിധാനവുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദ ചർച്ചകൾ ഉയരുന്നു. പ്രതിപക്ഷ നേതാവ് ആംഗസ് ടേലർ അവതരിപ്പിച്ച പദ്ധതി പ്രകാരം സർക്കാർ സഹായങ്ങൾ ലഭിക്കാൻ ഓസ്ട്രേലിയൻ പൗരത്വം നിർബന്ധമാക്കണം എന്നതാണ് ആവശ്യം. ഈ നിർദ്ദേശത്തിൽ നാഷണൽ ഡിസബിലിറ്റി ഇൻഷുറൻസ് സ്കീം, ജോബ് സീക്കർ പേയ്മെന്റ്, ഏജ് പെൻഷൻ, പേരന്റൽ ലീവ് പേ എന്നിവ ഉൾപ്പെടെ 17ഓളം സെൻട്രൽ ലിങ്ക് വെൽഫെയർ പദ്ധതികൾ ഓസ്ട്രേലിയൻ പൗരന്മാർക്ക് മാത്രം പരിമിതപ്പെടുത്താനാണ് ലക്ഷ്യം. നിലവിൽ ഈ ആനുകൂല്യങ്ങൾ പെർമനന്റ് റെസിഡൻസിനും ലഭ്യമാണ്. ഈ പദ്ധതി നിലവിൽ വന്നാൽ പ്രധാനമായും ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അനുവദിക്കാത്തതിനാൽ അവിടങ്ങളിൽ നിന്നുള്ള PR ഹോൾഡേഴ്സിന് കഠിനമായൊരു തീരുമാനമെടുക്കേണ്ട സാഹചര്യമുണ്ടാകാം. ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാവാൻ അവർക്ക് സ്വന്തം രാജ്യത്തിന്റെ പൗരത്വം ഉപേക്ഷിച്ച് ഓസ്ട്രേലിയൻ പൗരത്വം തിരഞ്ഞെടുക്കേണ്ടി വരും. രാജ്യത്തോട് പ്രതിബദ്ധത കാണിക്കുന്നവർക്ക് മുൻഗണന എന്നതാണ് ഈ നയത്തിന്റെ പ്രധാന വാദമായി ആംഗസ് ടേലർ പറയുന്നത്. ഇത് നിലവിൽ പ്രതിപക്ഷത്തിന്റെ ഒരു നയപ്രസ്താവന മാത്രമാണ്. ഈ നിർദ്ദേശത്തെ സർക്കാർ ശക്തമായി വിമർശിച്ചു. പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി ഇത് സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കുന്ന നടപടിയാണെന്ന് ആരോപിച്ചു. എന്നാൽ കുടിയേറ്റ സമൂഹം ഈ നീക്കം ആശങ്കയോടാണ് കാണുന്നത്. പൗരത്വമില്ലെങ്കിലും വർഷങ്ങളായി നികുതി അടച്ച് സംഭാവന ചെയ്യുന്ന സ്ഥിര താമസക്കാരെ ഇത്തരത്തിൽ വേർതിരിക്കുന്നത് അനീതിയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ലിജ ചാക്കോ, 24 ഓസ്ട്രേലിയ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. മേഘന മുരളി ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് ചേരുകയാണ്. മേഘന, മുന്നറിയിപ്പൊന്നുമില്ല, പക്ഷേ മഴ തുടരുമെന്നാണ് പറയുന്നത്. ഒപ്പം കാലവർഷം ഇങ്ങെത്താറായി. അങ്ങനെ തന്നെയാണ്. കേരള തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂനമർദ്ദ പാത്തിയുമുണ്ട്. ഇതിന്റെ സ്വാധീനത്താലാണ് നിലവിലെ മഴ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കൂടാതെ ഈ മാസം 26-ാം തീയതിയോടുകൂടി കാലവർഷം കേരളത്തിലെത്തും. അതുകൊണ്ട് തന്നെ ആ വേനൽ മഴയിൽ നിന്ന് കാലവർഷത്തിലേക്കുള്ള ഒരു മാറ്റമാണ് നിലവിലെ മഴ എന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഇപ്പോൾ മുന്നറിയിപ്പിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിൽ അടുത്ത 3 മണിക്കൂർ ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
അറിയിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ ജില്ലകളിൽ എന്നുള്ളതാണ് പറയുന്നത്. 3 മണിക്കൂർ മാത്രമാണ് ഈ ഓറഞ്ച് അലർട്ട് ബാധകം. ശക്തമായ കാറ്റിനും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. മറ്റ് ജില്ലകളിലൊന്നും അലർട്ടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ല. ഇന്ന് ഒരു ജില്ലയിലും മറ്റ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ആലപ്പുഴ, കോട്ടയം, തൃശൂർ, ഇടുക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും കാലവർഷം അടുത്തെത്താറായി. വേനൽമഴ അവസാനിച്ച കാലവർഷത്തിലേക്കുള്ള ഒരു മാറ്റം ഉടൻ ഉണ്ടാകുമെന്നുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ മണിക്കൂറിൽ 50 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. മഴക്കെടുതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാണ് അടുത്ത 3 മണിക്കൂർ മാത്രം ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്. ഒരു അപകട വാർത്തയിലേക്കാണ്. ആഗ്ര ലക്നൌ എക്സ്പ്രസ് വേയിൽ ബസ് ട്രക്കുമായി കൂട്ടിയിടിച്ച് തീപിടിച്ചു. 15 യാത്രക്കാർക്ക് പരിക്കേറ്റു. 10 പേരുടെ നില ഗുരുതരമാണെന്നാണ് അറിയുന്നത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ദിൽന, ഇന്ന് പുലർച്ചെയാണ് ആഗ്ര ലക്നൌ എക്സ്പ്രസ് വേയിൽ ഈ അപകടമുണ്ടായത്. ബസ് ട്രക്കുമായി കൂട്ടിയിടിച്ച് ഉടൻ തന്നെ തീപിടിക്കുകയായിരുന്നു. ഭയാനകമായ ദൃശ്യങ്ങളാണ് ഈ അപകടത്തിന്റേതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ദേശീയപാത ഉദ്യോഗസ്ഥരുടേതടക്കം നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. 15 യാത്രക്കാർക്ക് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 10 പേരുടെ നില ഗുരുതരമാണ്. ബസിന്റെ കണ്ടക്ടർ, ഡ്രൈവർ അടക്കമുള്ളവരുടെ നില ഗുരുതരമാണ് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനം പൂർത്തിയായി പ്രദേശത്തെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ശരി, വലിയൊരു അപകടമാണ് ഉണ്ടായത്. 10 പേരുടെ നില ഗുരുതരമാണെന്നാണ് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നാളെ ഇന്ത്യയിലെത്തും. മാർക്കോ റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. നാളെ മുതൽ മെയ് 26 വരെയാണ് ഇന്ത്യ സന്ദർശനം. ഊർജ്ജം, പ്രതിരോധം, സഹകരണം, സുരക്ഷ, വ്യാപാരം തുടങ്ങിയ വിഷയങ്ങൾ സന്ദർശനത്തിൽ ചർച്ചയാകും. 26 നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും റൂബിയോ പങ്കെടുക്കും. ഇന്ത്യക്ക് ആവശ്യമായത്ര എണ്ണ നൽകാൻ അമേരിക്ക തയ്യാറാണെന്ന് ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി മാർക്കോ റൂബിയോ പറഞ്ഞു. പത്താം ക്ലാസും +2 കഴിഞ്ഞ് കരിയർ കൺഫ്യൂഷനിലാണോ? മികച്ച ജോലി നേടാൻ മാർക്ക് ഒരു തടസ്സമാകുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ? നീറ്റും JEEയും വേണ്ട എന്നാണോ നിങ്ങൾ കരുതുന്നത്? നല്ല വരുമാനം, ഒപ്പം വർക്ക് ലൈഫ് ബാലൻസുമുള്ള തൊഴിലവസരങ്ങൾ ഏറെയുണ്ട്. വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കുമായി സൗജന്യ വെബിനാർ ഒരുക്കുകയാണ് 24ന്റെ മില്യൺ മലയാളി ക്ലബ്ബ്. വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നത് പ്രശസ്ത കരിയർ സ്ട്രാറ്റജിസ്റ്റായ രമ്യ ഗിരിജയാണ്. ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് വെബിനാർ. വെബിനാറിനായി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് സ്ക്രീനിൽ ലഭ്യമാണ്. ലോകത്തെവിടെ നിന്നും നിങ്ങൾക്കിതിൽ പങ്കെടുക്കാം. തികച്ചും സൗജന്യമായി സംശയങ്ങൾക്ക് മറുപടി തേടാം. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.